വടകരയുടെ റവന്യൂ ടവർ നമുക്ക് 2022 തറക്കല്ലിട്ടതാണ്. പക്ഷേ പ്രവൃത്തി തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ അതിന്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 25 കോടി രൂപ. എല്ലാ ഓഫീസുകളും ഇപ്പം വാടക ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി എന്റെ പറകിൽ ഇങ്ങനെ നടന്ന ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഇപ്പൊ ചെറിയ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി കളക്ടർ ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം 1-2 സാങ്കേതിക പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി കളക്ടർ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പണി തുടങ്ങാൻ സാധിക്കും. സൈറ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്തതാണ്. ULCC എടുത്തു കഴിഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ കൂടി തടസ്സങ്ങൾ കൂടി പരിഹരിച്ചാൽ പ്രവൃത്തി തുടങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, കളക്ടർ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ടെക്നിക്കലായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് മാറ്റുക, സമ്പ് മാറ്റുക, അതേപോലെ തന്നെ മുറിച്ചിട്ട മരങ്ങൾ മാറ്റുക, മണ്ണ് നീക്കുക അവിടുന്ന്. അതേപോലെ നിങ്ങൾക്കറിയാം, ഇവിടെ കുറച്ചധികം മുമ്പ് നിന്നിരുന്ന ഡൈലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള പഴകിയ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സിനെ പൊളിച്ചു മാറ്റണം. കുറച്ചെങ്കിലും നമ്മുടെ റവന്യൂ റെക്കോർഡ്സ് അതിലിരിപ്പുണ്ട്. അത് ശരിയായ സ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷം ആ ബിൽഡിങ്സ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഫ്രീ ആയി നമുക്ക് പൂർണ്ണമായിട്ടും കൺസ്ട്രക്ഷൻ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് എന്തൊക്കെയാണോ നടപടികൾ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശരിയായ രീതിയിലുള്ള അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് ഉണ്ടാവും. അല്ല, അത് വേറെ കാര്യം. എവിടെയുള്ളത് പിന്നീട്